ഹായ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് ഈ പഴയ സാധനങ്ങളെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നോട്ടായിക്കോട്ടെ, അതേപോലെ തന്നെ ചില്ലറകളായിക്കോട്ടെ, അങ്ങനത്തെയൊക്കെ കുറച്ചധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പം ചിലപ്പോൾ ഈ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയ്ക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ അവിടെ ശബ്ദം കേൾക്കാനും ചാൻസ് ഉണ്ട്. ഇവിടെ തക്കടു കളിയിലാണ് കേട്ടോ. അപ്പം അത് മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ എന്താ പറയുക, കുറച്ച് അധികം പഴയ സാധനങ്ങളെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നോട്ടുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ ഉപ്പാൻ്റെ അടുത്ത് കുറേ പഴയ നോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പാ എനിക്ക് ആ നോട്ടൊക്കെ ഒന്ന് തരുമെന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇതേപോലെ ആരൊക്കെ വീട്ടിലിങ്ങനെ കളക്ഷൻസ് ഉണ്ട് എന്ന് എനിക്കറിയില്ല. എൻ്റെ ഉപ്പ ഒരുവിധം എന്താ പറയുക, പഴയ എല്ലാ സാധനങ്ങളും എന്താ നോട്ടും ചില്ലറകളും അതേപോലെ ബാക്കിയുള്ള വേറെ വേറെ കുറേ ഐറ്റംസ് ഇല്ലേ, പഴയ വിളക്കുകൾ, അതേപോലെ ക്ലോക്ക്, മറ്റേ നമ്മൾ പണ്ട് ഇങ്ങനെ ടിങ് 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 നടിയുന്ന ആ ക്ലോക്കുകളൊക്കെ കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻ ഉപ്പാൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്താ പറയുക, അപ്പോൾ ഈ നോട്ടൊക്കെ ഒന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന്. ഇത് ഏതൊക്കെ ഇതിൻ്റെയൊക്കെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും എത്ര പഴക്കമുണ്ടെന്ന് അറിയില്ല. കുറേ ഒരേപോലത്തെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുവിധമൊക്കെ കാണിച്ചില്ല. ഇപ്പം നോട്ട്സ് എൻ്റെ കയ്യിലുള്ളൂ. എന്താ പറയുക, ചില്ലറ ഞാൻ എനിക്ക് കിട്ടിയില്ല. ഉപ്പ തന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ഏതൊക്കെയോ നോട്ടുകളുണ്ട്. അപ്പം നമുക്ക് നോക്കാം അല്ലേ. അപ്പം ഫസ്റ്റ് തന്നെ എത്രയാ, 100. ഇതാ ഒരു 100 കേട്ടോ, 100 രൂപ കാണുന്നുണ്ടോ? തക്കുടു ക്യാമറ. ഇതൊരു 100 രൂപ നോട്ടാണ് കേട്ടോ. വർഷമൊക്കെ തപ്പിയെടുക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലാഗാവും തോന്നുന്നു. മോളെ എന്തായാലും ഇതൊരു 100 രൂപേൻ്റെ. അപ്പം ഇതൊക്കെ ഏത് വർഷത്തെയാണെന്നൊക്കെ ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് കാണിച്ചു തരാം. ഒരു 10 രൂപ കാണുന്നുണ്ടോ മോളെ? ഇനിയിപ്പോൾ കാണിച്ചു, ഇവിടെ വെയിലടിക്കുന്നു ഇതാട്ടോ. അതേപോലെ ഇതാ ഈ 1 രൂപ. ഈ 1 രൂപയൊക്കെ എനിക്ക് നല്ല കണ്ട ഓർമ്മ ഉണ്ട് കേട്ടോ. അതായത് നമ്മളൊക്കെ ഞാനൊക്കെ ഉള്ള സമയത്ത് ഈ 1 രൂപ കണ്ട് നല്ല ഓർമ്മ ഉണ്ട്. ഇത് 2017 കേട്ടോ. അപ്പോൾ ഇതിലും ഡേറ്റ് ഉണ്ടാവുമല്ലോ. ഇതിൽ മറ്റേലൊന്നും ഡേറ്റ് കാണുന്നില്ല. പിന്നെ അതും ഇതൊക്കെ സെയിം ആണോ? ഇത് 2017. ഇതാ അതിൻ്റെ ഫ്രഷ്. മറ്റേതൊക്കെ ഒരുവിധം നാശമായി. പിന്നെ ഇതാ ഒരു 2 രൂപ. ഒരു 2 രൂപ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പക്കും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന എനിക്കറിയാം. എൻ്റെ ഫോൺ ഇതായിട്ട് കേട്ടോ, സ്റ്റാൻഡ് പിടിച്ച് വലിച്ച് ഫോൺ ഇതായിട്ട്. അപ്പം നമ്മൾ എവിടെയായിരുന്നു, 2 രൂപയല്ലേ പറഞ്ഞു വന്നത്, കാണിച്ചത്. അപ്പോൾ ഇതാ ഇതൊരു 2 രൂപയുടെ ഒരു നോട്ട്. പിന്നെയും ഒരു 1 രൂപ കാണിക്കുന്നുണ്ടല്ലോ. ഈ 1 രൂപ നേരത്തെ ഒന്നാല്. ഇത് രണ്ടും വ്യത്യാസമുണ്ട് കേട്ടോ. ഇതാ വേറൊരു 1 രൂപ നോട്ട്. പിന്നെ വേറൊന്ന് കാണിച്ചു തരാം. ഒരു 2 രൂപ. ഈ നോട്ട് കുറച്ച് തരായിട്ടുണ്ട്. വേറെ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഫ്രഷ് ആണോ ഇത്? അല്ല, ഇതും വേറെയാ. 2 റുപ്പീസ്. ഇതാ അതിൻ്റെ തന്നെ 1 2 3 ഉണ്ട് കേട്ടോ. 3 അല്ല 4. പിന്നെ ഇതാ വേറൊരു 2 രൂപ. ഇതൊക്കെ എത്ര ഇയറാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിൽ നോക്കിയിട്ട് കാണുന്നില്ല. ചിലതിൽ കാണുന്നുണ്ട്, പക്ഷെ ചിലതിൽ കാണുന്നില്ല കേട്ടോ. അതാ ഈ ഒരു 2 രൂപ. നെക്സ്റ്റ് ഒരു 5 റുപ്പീസ് കാണുന്നുണ്ടോ? ഇതൊക്കെ നോട്ടൊക്കെ ആകെ അലമ്പായിട്ടുള്ള. തുപ്പ് വായിലെന്താ എടുക്ക. വയലിടരുത്, വയലിട്ടാൽ അടിക്കും. ഇത് 1 രൂപ ലാമിനേഷൻ ചെയ്ത് തേറ്റോ ഉപ്പ. ഇത് എത്ര എത്തിയാകുമ്പോൾ അവിടെ വയലിടരുത്, ചീത്ത കുട്ടികളെ വയലിടുക. ഇതൊക്കെ ഡേറ്റ് കാണുന്നില്ല കേട്ടോ. പിന്നെ ഇതാ 2 രൂപ. വീണ്ടും ഒരു 2 രൂപ. ഇതൊക്കെ ലാമിനേഷൻ ചെയ്തതാണ് കേട്ടോ. 5 റുപ്പീസ്, 5 രൂപ. ഇതും ലാമിനേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചു തോന്നുന്നു. ഇതാ വേറൊരു 5 രൂപ. പിന്നെ ഒരു 10. മോളെ ഈ 10 രൂപ പിന്നെ നമ്മളെ ഇത് പിന്നെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇതാ വേറൊരു 10.
ഒരു 10 രൂപ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഏതാ ഇയർന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഒരു 20 വെക്കുമ്മ വായനെടുക്ക്. കൊണ്ട മച്ചി കൊണ്ട. അത് വായലിടരുത്. ചാട് എന്നാലും മോള് ചാട്. ഗുഡ് ഗേൾ ചാട്. ഓക്കെ ചാട്. ചാടുന്നല്ല, അത് പിന്നെയും വായിൽ വെക്കിട്ട്. റബ്ബർ, എന്ത് റബ്ബറിൻ്റെ സാധനം കിട്ടിയാലും അതൊക്കെ വായിലേക്കാം. തുപ്പ് എന്നാ. പിന്നെ ഇതാ കുറേ 20-ൻ്റെ നോട്ടുകളുണ്ട് കേട്ടോ. അതേപോലെ 10-ൻ്റെ. ഇതാ ഒരു 10 രൂപ. നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ? എന്താ പറയുക, പഴയ നോട്ടും അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലൊക്കെ ഇങ്ങനെ കളക്ഷൻസ് ഉണ്ടോ? ഇതാ ഇത് 10 രൂപയാണ്. ഇത് പക്ഷെ ഒരു എന്തൊക്കെ പറയുക, പ്ലാസ്റ്റിക് പോലെ ഉണ്ട് ഈ പൈസ. ഇത് ഒറിജിനൽ ആണോ എന്ന് എനിക്കറിയുന്നില്ല കേട്ടോ ഈ ഒരു പൈസ. പണ്ടൊക്കെ ഇപ്പം കളിക്കുന്ന മുട്ടായിൻ്റെ കൂടെ കിട്ടുന്നയാ. ഒരു പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. ഇതേതോ ഗൾഫിൻ്റെ പൈസയാണ് തോന്നുന്നു കേട്ടോ, അതെനിക്കറിയില്ല. അതേപോലെ ഇതാ ഒരു 5, ഇത് ഏതിൻ്റെ ആണെന്ന് അറിയില്ല. പിന്നെ ഇതാ ഇതൊക്കെ ഏതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരപ്പെടും. ഒരു 20. അതേപോലെ ഇതൊക്കെ ആർക്കെങ്കിലും അറിയോ? ഇതൊക്കെ ഇതിൻ്റെ പൈസയാണ്, എവിടുത്തെ പൈസയാണെന്ന് ആർക്കെങ്കിലും അറിയോ? ഇതൊക്കെ 1 രൂപയാണെന്ന് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അറബിയും ബാക്കിയൊക്കെ ആയതുകൊണ്ട് എനിക്കറിയില്ല. ഇത് പിന്നെ നമ്മൾ പഴയ 50 കഴിഞ്ഞു കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അതേപോലെ കുറേ ചില്ലറകളെ കളക്ഷൻ ഉണ്ട് കേട്ടോ. എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് കുറേ ഉണ്ട് ചില്ലറ, പഴയ ചില്ലറ. എന്താ പറയുക, നല്ല രസമാണ് കാണാൻ തന്നെ, കുറേ ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ഇൻഷാല്ലാ നിങ്ങൾക്ക് ആരെങ്കിലും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴ്ക്കാം. എന്താ പറയുക, ചില്ലറേൻ്റെ കളക്ഷൻസ് കുറേ ഉണ്ട്, അടിപൊളി കേട്ടോ. നേരം ആർക്കെങ്കിലും ചില്ലറേൻ്റെ കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ താഴെ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതിലും കുറേ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. നോട്ട്സൊക്കെ കുറേയൊക്കെ കഴിഞ്ഞു പോയി, എന്തോ കാണുന്നില്ല, അതൊന്നും അറിയില്ല. ഇനി ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ ഞാൻ ആ ചില്ലറേൻ്റെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അന്നേരം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളെ വീട്ടിലും ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, എന്താ പറയുക, പഴയ സാധനങ്ങളെ കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ആരൊക്കെ വീട്ടിലുണ്ട് നമുക്കറിയാലോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നോട്ടിൻ്റെ കളക്ഷൻ. ഞാൻ എന്താ പറയുക, വീഡിയോ എടുത്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോ തിരിയുന്നുണ്ടോ ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ഓൾ.